ഹൗ ഐ ടോൾഡ് മൈ ഗ്രാൻഡ് മദർ ടു റീഡ്. ഈ ഒരു ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ട് അതിന്റെ കോൺസെപ്റ്റ് വളരെ സിമ്പിൾ ആയിട്ട് സമ്മറി ആയിട്ട് പഠിച്ചാലോ? റെഡിയാണോ? യെസ്. ഇതുപോലത്തെ ധാരാളം വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുന്നത്, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുന്നത്. ഈ ചാപ്റ്റർ നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചവരായിരിക്കും, സെറ്റ് ആയിട്ടുണ്ടായിരിക്കും. നമുക്ക് നോക്കാം ഇതിന്റെ സമ്മറി നമ്മൾ വളരെ ചുരുക്കി പറയാൻ പോവാണ്. യെസ്, ഇത് വായിക്കാത്തവരാണെങ്കിൽ ടെക്സ്റ്റ് വൈസ് ടെക്സ്റ്റ് നിങ്ങൾ എന്താക്കുക ഒന്നുകൂടി വായിച്ച് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് വരിക. ഫസ്റ്റ് വൺ, ഹൗ ഐ ടോൾഡ് മൈ ഗ്രാൻഡ് മദർ ടു റീഡ് എന്ന് പറയുന്നത് സുധാമൂർത്തിയുടെ ഒരു ഹാർട്ട് വാമിംഗ് സ്റ്റോറിയാണ്. നല്ല എന്താ പറയുക, ഒരു മനസ്സിനൊരു സന്തോഷം നൽകുന്ന സ്റ്റോറിയാണ്. എൻ്റെ ഗ്രാൻഡ്മയെ ഞാൻ വായിക്കാൻ പഠിപ്പിച്ചു. ഏകദേശം നമുക്ക് ആ ഒരു ടൈറ്റിൽ കിട്ടുമ്പോഴേക്കും, ഈ ഒരു ചിത്രം കാണുമ്പോഴേക്കും നമുക്കൊരു ഐഡിയ കിട്ടും എന്താണ് ചാപ്റ്റർ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. എന്താണ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ പറ്റി പറയുന്ന ചാപ്റ്ററാണ്. ആൻഡ് ഡിറ്റർമിനേഷൻ, ഉറച്ച തീരുമാനങ്ങളെ പറ്റി പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാകും ഗ്രാൻഡ് അത്രയും ഉറച്ച തീരുമാനം എടുത്ത് വായിക്കാൻ പഠിച്ചു എന്നുള്ള സാധനം അല്ലേ? യെസ്, ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ്. ദ നരേറ്റേഴ്സ് ഗ്രാൻഡ് മദർ, ഇവിടെ ഈ നരേറ്റർ എന്ന് പറയുന്നത് സുധാമൂർത്തിയാണ്. സുധാമൂർത്തിയുടെ ഗ്രാൻഡ് മാ കനോട്ട് റീഡ് ഓർ റൈറ്റ് ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ her granddaughter to read the novel. കാശിയാത്ര എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. അത് വീക്കിലി വരുന്ന ഈ പറയുന്ന മാഗസീനിലാണ് ഇത് പബ്ലിഷ് ചെയ്യുക. അത് വായിക്കാൻ വേണ്ടിയിട്ട്, വായിക്കാനും എഴുതാനൊന്നും അറിയാത്ത നമ്മുടെ ഈ ഒരു നരേറ്ററുടെ ഗ്രാൻഡ്മ എന്ത് ചെയ്യും? ഇവളെ ഡിപ്പെൻഡ് ചെയ്യും. ഇതൊന്ന് വായിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വായിച്ചു കൊടുക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ വായിച്ചു കൊടുക്കും. വെൻ ദ നെറേറ്റർ ഈസ് എവേ ഫോർ എ വീക്ക്, ഒരാഴ്ചത്തോളം ഈ പറയുന്ന നെറേറ്റർ, ഈ കുട്ടി വേറൊരു സ്ഥലത്തേക്ക് പോയി. ദ ഗ്രാൻഡ് മദർ ഫീൽസ് ഹെൽപ്ലെസ്, ഗ്രാൻഡ് മദറിന് നിസ്സഹായ അവസ്ഥ വന്നു. ബിക്കോസ് ഷീ കനോട്ട് റീഡ് ദ സ്റ്റോറി ബൈ ഹെർസെൽഫ്, അവൾക്ക് സ്വന്തമായിട്ട് വായിക്കാൻ കഴിയുന്നില്ല. ഷീ ഡിസൈഡ് ടു ലേൺ, അത് മാത്രമല്ല വേറെ ആരോടോ ചോദിക്കാൻ ഒരു മടി, എനിക്കറിയില്ല എന്നുള്ളൊരു സാധനം വരുമല്ലോ. ഓക്കെ, മാത്രം ഭയങ്കര മടി. ഓക്കെ, അങ്ങനെ പഠിക്കാൻ, കന്നഡ ലാംഗ്വേജ് പഠിക്കാൻ, കന്നഡ ആൽഫബറ്റ് പഠിക്കാൻ തുടങ്ങി. അറ്റ് ദ ഏജ് ഓഫ് 62, 62 വയസ്സിൽ. ആൻഡ് ആസ്ക് ഹർ ഗ്രാൻഡ് ഡോട്ടർ ടു ടീച്ച് ഹർ, തൻ്റെ ഗ്രാൻഡ് ഡോട്ടറോട്, കൊച്ചുമകളോട് എനിക്ക് പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. ഓക്കെ, അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയുകയാണെങ്കിൽ 9th CBSEയുടെ നമ്മുടെ ഓൺലൈൻ ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാച്ചിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഇവിടെ ഇത്രയും ഫീച്ചേഴ്സോട് കൂടിയിട്ടാണ് നമ്മുടെ 9th CBSEയുടെ ബാച്ച് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനിയും അഡ്മിഷൻ എടുക്കാത്ത ആൾക്കാർ എത്രയും അഡ്മിഷൻ എടുത്തോ. കാരണം നിങ്ങൾക്ക് ഇത്തവണ 3 രൂപത്തിലാണ് നമ്മുടെ നിഞ്ച ബാച്ച് വരുന്നത്. അപ്പോൾ 3 രൂപത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നുള്ളത് ജസ്റ്റ് കോൾ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും. ജസ്റ്റ് ഒരു മിസ് കോൾ ഇട്ടാൽ മതി ഈ ഒരു നമ്പറിലേക്ക്. ബാക്കിയൊക്കെ സാധനം സെറ്റ് ആയിക്കോളും. നിങ്ങൾ നമ്മുടെ സൈലത്ത് നിന്ന് തിരിച്ചു വിളിച്ചോളും. ഇത്രയും ഫീച്ചേഴ്സ് ഒക്കെ നമ്മുടെ ഈ ഒരു ബാച്ചിൽ വരുന്നുണ്ട്. അപ്പോൾ ദാറ്റ്സ് ആക്ച്വലി ബേസ്ഡ് ഓൺ ദീസ് പ്ലാൻസ്. അപ്പോൾ ഈ ഒരു പ്ലാൻ ഇതൊരു വർഷത്തേക്കുള്ള പ്ലാനാണ്. നിങ്ങൾ എന്തായാലും വിളിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് കിട്ടുക. അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പോൾ വിത്ത് ഹാർഡ് വർക്ക് ആൻഡ് ഡിറ്റർമിനേഷൻ, മുത്തശ്ശി കഷ്ടപ്പെട്ടു, തീരുമാനിച്ചുറപ്പിച്ചിറങ്ങി. ഷീ ലേൺസ് ടു റീഡ് ബിഫോർ ദ ദസറ ഫെസ്റ്റിവൽ. അവളൊരു തീരുമാനിച്ചു, ദസറ ഫെസ്റ്റിവൽ, നമ്മുടെ ഊട്ടിയിലുള്ള ഊട്ടിയല്ല, മൈസൂർ മറ്റേ പാലസിലുണ്ടാവുന്ന അവിടെ ദസറ ഉണ്ടാവില്ലേ, അവിടുത്തെ ഫെസ്റ്റിവലിൻ്റെ അന്ന് ഞാൻ വായിക്കാൻ പഠിച്ചിരിക്കും. അന്നാവുമ്പോഴേക്കും ഷീ ടച്ചസ് ഹർ ഗ്രാൻഡ് ഡോട്ടർസ് ഫീറ്റ് ആസ് എ മാർക്ക് ഓഫ് റെസ്പെക്ട്. അങ്ങനെ പഠിച്ചിട്ടോ. എന്നിട്ട് റെസ്പെക്റ്റ് എന്നുള്ള നിലക്ക് കൊച്ചുമകളുടെ കാല് തൊട്ട് വന്നിച്ചു. നോക്കിയാ എഡ്യൂക്കേഷൻ്റെ വാല്യൂ പോയി നോക്കിയാൽ, മുത്തശ്ശി കൊച്ചുമകളുടെ കാല് തൊട്ട് വന്നിച്ചു. ദ സ്റ്റോറി ടീച്ചേഴ്സ് ദാറ്റ് ദെയർ ഇസ് നോ ഏജ് ലിമിറ്റ് ഫോർ ലേണിംഗ്. പഠിക്കാനും അങ്ങനെ ഒരു ഏജ് ലിമിറ്റ് ഇല്ല, ഏത് പ്രായത്തിലെത്തിയാലും പഠിക്കാം. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ABCD അറിയില്ല, നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കാൻ വേണം. ABCD പഠിക്കണം. എന്നെ കൊണ്ടാണ് ഞാൻ അത്ര വലുപ്പം പോത്തുമല്ല വലിച്ചു വായിച്ചിട്ട് ABCD പഠിക്കുക. നോ വി ഷുഡ് നോ സേ ദാറ്റ്. ചിലപ്പോൾ നമുക്ക് പ്രൊനൗൺസിയേഷൻ അറിയാത്തതുണ്ടായിരിക്കും. അതൊക്കെ പഠിക്കണം. ആൻഡ് ദാറ്റ് എഡ്യൂക്കേഷൻ ബ്രിങ്സ് കോൺഫിഡൻസ് ആൻഡ് ഇൻഡിപെൻഡൻസ്. നമുക്കതൊരു കോൺഫിഡൻസ് ആണ്, ഒരു സ്വാതന്ത്ര്യം തരലാണ്. സോ ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഈ ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾ പഠിക്കുക, വായിച്ചു വെക്കുക, സെറ്റാക്കുക. അതൊക്കെ നമ്മുടെ ബാച്ചിൽ ഓൾറെഡി സെറ്റാണ്. നിങ്ങൾ ബാച്ചിലേക്ക് കയറുക. മാത്രമല്ല, നിങ്ങൾക്ക് അടുത്ത ചാപ്റ്റർ ഏതാണ് ഇതുപോലെ വേണ്ടതെന്നുള്ളത് കമന്റ് ബോക്സിൽ ഇറക്കി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു. നിങ്ങളുടെ 9th CBSEയുള്ള ഫ്രണ്ട്സിന് ഇതൊന്ന് അയച്ചു കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് ബിജം ഷാദിഖ് ആൻഡ് കോൾ മീ JD. താങ്ക് യു, ബൈ, ലവ് യു ഓൾ.